ഞങ്ങൾ ജയിലിലാണുള്ളത് ശ്രീമതി സംസാരിക്കുന്നു. കന്യാസ്ത്രീകളെ സന്ദർശിച്ച ശേഷം എന്തിനാണ് ഞങ്ങളെ ജയിലിലടച്ചത് എന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരു കുറ്റവും ചെയ്യാത്ത രണ്ടുപേരെ മതഭ്രാന്ത് പിടിപെട്ട കുറേ പേര് ചേർന്ന് പിടിച്ചുകൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുകയും എന്നിട്ട് മനുഷ്യക്കടത്ത് എന്ന പേരിൽ കുറ്റം ആരോപിച്ച് ജയിലിലടക്കുകയും ചെയ്യുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു നിർഭാഗ്യകരമായ സംഭവമാണ്. അത് ജനാധിപത്യത്തിനേറ്റ ഭരണഘടനക്കേറ്റ വലിയ കളങ്കമാണ്. തീർത്താൽ തീരാത്ത കളങ്കമാണ്. ഈ രാജ്യത്ത് മനുഷ്യ സേവനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മനുഷ്യ സ്നേഹത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, ഇന്ത്യക്കകത്ത് ക്രിസ്ത്യൻ മിഷണറീസ് ചെയ്തു വന്നിട്ടുള്ള നിസ്തുലമായ സേവനമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുക, രോഗാതുരരെ ചികിത്സിക്കുക. ഈ രണ്ട് കാര്യങ്ങളിലും അവർ രാജ്യത്തിൻ്റെ ഏറ്റവും യാതനയും വേദനയും അനുഭവിക്കുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച രണ്ടുപേര് സ്വയമേവ വന്നിട്ടുള്ള പെൺകുട്ടികളെ, ജോലിക്ക് വേണ്ടി തയ്യാറായി വന്ന പെൺകുട്ടികളെ ഒന്നിച്ചു കണ്ടു എന്ന പേരിൽ ഈ രൂപത്തിൽ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ വയ്യ. ഇപ്പോൾ ആ കുട്ടികൾ തന്നെ നിങ്ങളെ മീഡിയ പുറത്തിറക്കിയിട്ടുണ്ട്. ഞങ്ങൾ സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇനി എന്തിനാ അമാന്തിക്കണം? ഇനി എന്തിനാണ് ഗവൺമെൻറ് കാത്തു നിൽക്കുന്നത്? എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഒരു നിർദ്ദേശം കൊടുത്താൽ തന്നെ തീരാവുന്നതേ ഉള്ളൂ. കുറ്റം ചെയ്യാത്ത നിരപരാധികളായ രണ്ട് കന്യാസ്ത്രീ സഹോദരിമാരെ ഈ രൂപത്തിൽ ജയിലിലടച്ച് അടക്കപ്പെട്ടു എന്ന് കുട്ടികളുടെ ഭാഷയിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞാൽ, ഒരു 21 വയസ്സായ പെൺകുട്ടിയുടെ വീഡിയോ വന്നു, അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വന്ദന സിസ്റ്റർ 7 കൊല്ലമായിട്ട് നാരായൺപൂരിലാണ്. അവർക്കറിയാം ആ പ്രദേശം. ആ നാരായൺപൂരിൽ അവരുടെ മറ്റൊരു സഹോദരി ഇപ്പോൾ അവിടെ ഉണ്ട്. അവിടെ അറിയുന്നവരല്ലേ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിങ്ങനെ കള്ളക്കടത്ത് എന്ന് പറയാൻ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇത് ഞങ്ങൾക്കൊറ്റക്കാരിയെ ഗവൺമെൻറ്റിനോടും പറയാനുള്ളൂ. ഇന്നലെ പാർലമെൻറ്റിനകത്ത് ആഭ്യന്തരമന്ത്രി ബഹുമാനപ്പെട്ട അമിത്ഷാ പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റിപ്പോയി, കേസ് NIAക്ക് വിട്ടത് അങ്ങേയറ്റം തെറ്റാണെന്ന് ഞങ്ങൾക്കിപ്പോൾ ബോധ്യമായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ജയിലിനുള്ള അപേക്ഷ ഒരിക്കലും ഇനി എതിർക്കില്ല. കേരള സർക്കാർ, കേന്ദ്ര സർക്കാരും ഛത്തീസ്ഗഡ് സർക്കാരും കന്യാസ്ത്രീകളോടൊപ്പമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും മണിക്കൂറിൻ്റെ ആവശ്യമില്ല, ഇത്രയും മണിക്കൂർ കഴിയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവരെ മോചിപ്പിക്കണം എന്ന് ഞങ്ങൾ സൂപ്രണ്ടിനോട് പറഞ്ഞപ്പോൾ സൂപ്രണ്ട് പറഞ്ഞു, എൻ്റെ അധികാരപരിധിയിൽപ്പെടുന്ന വിഷയമല്ല, അതെല്ലാം നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്. പക്ഷേ അവരോട് ചോദിച്ചു, അവർക്ക് കുറച്ച് ഇതിൻ്റെ വിഷമല്ലുണ്ട്. അതായത് നിലത്ത് കിടന്നതിൻ്റെ ആർത്രൈറ്റ്സ്, രണ്ടുപേരും 50-55 വയസ്സുള്ളവരാണ്. അത് കാലുമുട്ട് വേദന, കൈവേദന, അങ്ങനെ മാനസികമായും മറ്റു തരത്തിലും വളരെയധികം വിഷമം സഹിച്ച മുഖം, അവരുടെ കണ്ണും മുഖവും കണ്ടാൽ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളെ കണ്ണും മുഖവും വല്ലാതെ അതവരെ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള ആ ട്രെയിനിൽ വെച്ചുണ്ടായിട്ടുള്ള സംഭവം അവർക്ക് മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന, വളരെ മോശമായിട്ട് പെരുമാറുകയും ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒന്നിച്ചുള്ള കുട്ടികളെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള കാര്യം അവർ പറഞ്ഞു. ഏതായാലും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഇത്തരം ഒരു ക്രൂരമായ സംഭവം, അത് ജനാധിപത്യ ഭാരതത്തിനേറ്റ ഏറ്റവും വലിയ കളങ്കമാണ്. ആ കളങ്കം എത്രയും വേഗത്തിൽ തീർക്കണമെങ്കിൽ അവരെ നിരുപാധികം പെട്ടെന്ന് തന്നെ അത് വിടുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അധികം ഉള്ളത്. ഏതായാലും ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് അപേക്ഷ കൊടുത്തപ്പോൾ 11:30 മണിക്ക് കാണാമെന്ന് പറഞ്ഞു. അത്രയും ഞങ്ങൾക്ക് കാണാനൊരു അവസരം കിട്ടിയെന്നതിൽ ഞങ്ങൾക്കും പിന്നെ അവരെ നേരിട്ട് കണ്ട് അവരെ ആശ്വസിപ്പിച്ചു. അത് അവരും പറഞ്ഞു, ഞങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വലിയൊരു സമാധാനമുണ്ട്, കേരളത്തിൽ നിന്ന് നിങ്ങൾ രണ്ടുപേരും വന്നതിൽ വലിയ സമാധാനമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവരോട് പറഞ്ഞു, ഇന്ന് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. നാളെ ശനിയും ഞായറുമാണ്. എന്തൊക്കെയാണെന്ന് ഏതായാലും പറഞ്ഞ വാക്ക് അതുപോലെ പാലിക്കുക എന്നുള്ളത് എത്രത്തോളം നമ്മുടെ രാജ്യത്ത് നടക്കും എന്നുള്ളത് കാണാം. ഇതാണ് പറയാനുള്ളത്. സുജാത.